ഹായ് ചങ്ങായിമാരെ, എനിക്ക് സുരേഷ് ഗോപിയുടെ എതിർപ്പുണ്ടല്ലോ. അയാളെ രാഷ്ട്രീയത്തോട് മാത്രമല്ല കേട്ടോ, അയാളെ മനസ്സിലുള്ള ഒരു സവർണ ചിന്താഗതി ഉണ്ട്. ഒരു തമ്പുരാൻ ആടിത്തരമുള്ള ഒരു തമ്പുരാന്റെ ഒരു മനോഭാവം, അതിനോട് എനിക്ക് ഇത്രമാത്രം വെറുപ്പും അറപ്പും. അവരെ സംഖ്യാന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അയാളെ മനസ്സിൽ സംഖ്യകളെക്കാൾ വലിയൊരു അടിത്തരം, ഒരു തമ്പുരാൻ മനോഭാവം ഉണ്ട്. അത് പലപ്പോഴായിട്ട് കേരളം കണ്ടതാണ്, കേരളത്തിലെ സാധാരണക്കാർ കണ്ടതാണ്. എന്നാലും ചില സമയങ്ങളിൽ ഈ സാധാരണക്കാർ ഇതൊന്നും അറിയാണ്ട് പിന്നെയും അയാളെ പിന്നാലെ പോകും. അയാൾ കാണിക്കുന്ന ധാർഷ്ട്യം പാവങ്ങളോടാണ്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാളെടുക്കെ പോകുമ്പോൾ അയാൾ കാണിക്കുന്ന ഒരു അവജ്ഞയില്ലേ, അയാളെ മുഖത്ത് കാണിക്കുന്ന ഒരു കോപ്രായങ്ങൾ, ഒരു ഇഷ്ടപ്പെടാത്ത ഒരു മുഖഭാവം കണ്ടില്ലേ, പലപ്പോഴായിട്ട് കേരളം കണ്ടതാണ്. ഇന്നലെ ഞാൻ അത് വീണ്ടും കണ്ടു. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കട്ടെ. എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും പഠിക്കാത്ത മനുഷ്യരാ. പക്ഷെ ഇന്നലെ ഈ കണ്ടത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയട്ടെ. ആ ചങ്ങായി വർത്തമാനം പറയാൻ കഴിയാത്തൊരു ചങ്ങായി ആട്ടാ. ഉന്തി മാറ്റിയെന്ന് ഫോട്ടോ എടുക്കുന്ന നിൽക്കുന്നു. അത് അങ്ങോട്ട് പോകുന്നു കണ്ട. നല്ല ഡ്രസ്സൊക്കെ ധരിച്ച അയാൾക്ക് പറ്റിയ ആൾക്കാരുടെ കൂടെ എങ്ങനെ നിന്നിട്ട് ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷം. എന്താ അവസ്ഥ ആലോചിച്ചേട്ടെ. ഫസ്റ്റ് ഈ ചെറുക്കനെ വെച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം ചെക്കനോട് പോ എംബേല് വിട്ടാന്ന് പറഞ്ഞു, ആ ഏരിയയിൽ നിൽക്കണ്ടെന്ന്. ബാക്കി എല്ലാവരും ഫോട്ടോ എടുത്താൽ അയാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന് അയാൾക്ക് കുഴപ്പമില്ല കേട്ടാ. ഇത് മാത്രമല്ല, ഇയാളെ വേറൊരു പരിപാടി കൂടി ഞാൻ കാണിച്ചുതരാം. ആ ചുവന്ന തുണീന്റെ മുകളിൽ ഇയാൾ ഇരിക്കൂല, അതിന്റെ മുകളിൽ ഒരു വെള്ള തോർത്തി വിരിക്കണം. എന്താ അവസ്ഥ. അത് വിരിച്ചു കൊടുക്കാൻ ആൾക്കാർ. തമ്പുരാനാണ്, ശരിയായ രാജാവിന്റെ മനോഭാവാന്ന് ഇയാൾക്ക്. ഇയാളെ ആ രാജകീയ ഭരണം, രാജഭരണം വീണ്ടും വരണം ഇയാൾ വിചാരിക്കുന്നത് വേറെ ഒന്നുമില്ല. കണ്ട, ഇയാളെ ചന്തിന്മേല് വെള്ള തുണി വിരിച്ചു കൊടുത്താൽ ഇയാൾക്ക് ഇരിക്കാൻ കഴിയും. അതിന് ആൾക്കാർ ഇതെല്ലാം കണ്ടിരുന്ന തൃശ്ശൂരിലെ ജനങ്ങൾ അടുത്ത പ്രാവശ്യം ഇയാളെ വിജയിപ്പിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല, നിങ്ങളോടല്ല ഒന്നേ പറയാനുള്ളൂ, നമോ വാഗം. വേറെ ഒന്നും പറയാനില്ല. തൃശ്ശൂർ പൂരത്തിന്റെ മുകളിൽ കളിച്ച് ഇയാൾ വിജയിച്ച്, അതെല്ലാവർക്കും മനസ്സിലായി. ഇതാണ് ഇയാളെ മനോഭാവം. സംഘിയേക്കാൾ വലിയ സംഘി. കുറെ ആൾക്കാർ പറയുന്നു ഇയാൾ BJP മനോഭാവം ഇല്ലാത്ത മനുഷ്യനാണ്. അയാളെ ഉള്ളിലുള്ള ഒരു സിനിമാ താരം ഈ ഭരത്ചന്ദ്രൻ ഉണരുന്നതാണ്. എല്ലാം അയാളെ മനസ്സിലുള്ള ആ സവർണ ചിന്താഗതി, ഒരു തമ്പുരാൻ മനോഭാവം, രാജഭരണം തിരിച്ചു ഭരണം ചിന്തിക്കുന്ന ആ ഒരു ഇത്. അതിനുവേണ്ടി അതിലും നല്ലത് ഇവർക്ക് BJP ഭരണം രണ്ടും കണക്കാന്ന്. രാജഭരണം പോലെ തന്നെയാണ്. മറ്റുള്ള ജാതിക്കാരെ താഴ്ത്തിയിട്ട് ഇയാളിങ്ങനെ രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കണം. പല സമയങ്ങളായി ഇയാൾ പറഞ്ഞതാണ്. ഇയാൾ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണിച്ചിട്ടില്ലെങ്കിൽ, ഇതുപോലുള്ള വീഡിയോ ജനങ്ങളിലേക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ല, അതൊരു മോശമാവും. ഇത് റിയാക്ട് ചെയ്യണം തോന്നി. അയാൾക്ക് ആദ്യം ആ പയ്യനോട് കാണിച്ചത് ഒരുപാട് സങ്കടം വന്നിട്ടാ. രണ്ടാമത് അയാൾ ആദ്യത്തരം അയാൾ എപ്പോഴും കാണിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് കാണിച്ചത് ഒരു സംസാരിക്കാൻ വരെ കഴിയാത്ത ഒരു ചെറുക്കനെ പിടിച്ച് ഉന്തുന്നത്. അതിന് എന്ത് സംഖ്യകൾ. ആദ്യം ഫോട്ടോ എടുത്തിന്, അതിന് ശേഷം ഉന്തി എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ അതിന് ന്യായീകരണമില്ല കേട്ടോ. വേറെ അവിടെ എത്ര ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്, അവരൊന്നും അയാൾ തള്ളി മാറ്റിയില്ല. ആ പയ്യനെ മാത്രം തള്ളി മാറ്റി. അത് എന്തുകൊണ്ടാണെന്ന് തലയിൽ ബുദ്ധിയുള്ള, തലയിൽ ചാണകമില്ലാത്ത എല്ലാ മലയാളിക്കും മനസ്സിലാവും. എന്നാ പിന്നെ ശരി, സുലാൻ.